നമസ്കാരം. ക്യൂ മലയാള UK ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ത്യൻ ഹൈക്കമ്മീഷന്റെ റിപ്പബ്ലിക് ദിനാഘോഷം 26-ന് ലണ്ടനിൽ. ലണ്ടനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ ഒരുക്കുന്ന 76-ാം റിപ്പബ്ലിക് ദിനാഘോഷം 26-ന് ഞായറാഴ്ച രാവിലെ 10 മണിക്ക് നടക്കും. പതാക ഉയർത്തലടക്കം നടക്കുന്ന ലണ്ടനിലെ ഇന്ത്യ ഹൗസിലെ ആഘോഷത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം കൃത്യം 9:30-ന് എത്തിച്ചേരേണ്ടതാണ്. പങ്കെടുക്കുന്നതിന് രജിസ്ട്രേഷൻ നിർബന്ധമാണ്. വരുമ്പോൾ ഫോട്ടോ ID കാർഡ് കൊണ്ടുവരണം. ബാഗുകളൊന്നും തന്നെ അകത്തേക്ക് പ്രവേശിപ്പിക്കുന്നതല്ല. ട്രംപിന്റെ പുതിയ ഉത്തരവ് മറികടക്കാൻ തിരക്കുകൂട്ടി അമേരിക്കയിലെ ഇന്ത്യക്കാർ. അമേരിക്കയിൽ ജന്മാവകാശ പൗരത്വം നിർത്തലാക്കിക്കൊണ്ടുള്ള പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉത്തരവ് മറികടക്കാൻ ഇന്ത്യൻ ദമ്പതികൾ പ്രസവ ശസ്ത്രക്രിയയ്ക്ക് തിരക്ക് കൂട്ടുന്നതായി റിപ്പോർട്ട്. അമേരിക്കയിൽ ജോലി ചെയ്യുന്ന ഇന്ത്യൻ ഗൈനക്കോളജിസ്റ്റുകളെ ഉദ്ധരിച്ചുകൊണ്ടാണ് വിവിധ മാധ്യമങ്ങൾ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ട്രംപിന്റെ ഉത്തരവ് പ്രാബല്യത്തിൽ വരുന്ന ഫെബ്രുവരി 20-ന് മുൻപ് സിസേറിയനിലൂടെ കുട്ടികൾക്ക് ജന്മം നൽകാനുള്ള സാധ്യതകളാണത്രേ ആളുകൾ തിരക്കുന്നത്. താത്കാലിക H-1B, L-1 വിസകളിൽ 10,000-കണക്കിന് ഇന്ത്യക്കാരാണ് അമേരിക്കയിൽ ജോലി ചെയ്യുന്നത്. സ്ഥിര താമസത്തിന് അനുമതി ലഭിക്കുന്ന ഗ്രീൻ കാർഡ് സ്വന്തമാക്കാനുള്ള കാത്തിരിപ്പിലാണ് ഇവർ. ദമ്പതികളിൽ ഒരാൾക്കെങ്കിലും ഗ്രീൻ കാർഡോ അമേരിക്കൻ പൗരത്വമോ ഇല്ലെങ്കിൽ കുട്ടികൾക്ക് പൗരത്വം ലഭിക്കില്ലെന്ന് മനസ്സിലാക്കിയാണ് ഫെബ്രുവരി 20-ന് മുൻപ് പ്രസവ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാകാൻ ആളുകൾ തിരക്കുകൂട്ടുന്നതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. ടെക്സസിലെ ഗൈനക്കോളജിസ്റ്റായ ഡോക്ടർ SG മുക്കാലയുടെ അനുഭവം റിപ്പോർട്ടുകളിലുണ്ട്. 2 ദിവസം കൊണ്ട് 20 ദമ്പതികൾ തന്നെ സിസേറിയൻ ആവശ്യപ്പെട്ട് സമീപിച്ചതായി അദ്ദേഹവും ടൈംസ് ഓഫ് ഇന്ത്യയോട് പറഞ്ഞു. മാസം തികയാതെ പ്രസവിക്കുന്ന കുട്ടികൾക്ക് ഉണ്ടാകാനുള്ള സാധ്യതകളുടെ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് ദമ്പതികളെ ബോധവൽക്കരിക്കുകയാണെന്ന് അദ്ദേഹം പറയുന്നു. ശ്വാസകോശം പൂർണ്ണമായി വികസിക്കാത്തതും മുലപ്പാൽ കുടിക്കാൻ സാധിക്കാത്തതും ഭാരക്കുറവും ന്യൂറോളജിക്കൽ പ്രശ്നങ്ങളുമൊക്കെ ഇത്തരം കുട്ടികൾക്ക് സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. അമേരിക്കയിൽ ജന്മാവകാശ പൗരത്വം നിർത്തലാക്കാനുള്ള പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉത്തരവിന് 14 ദിവസത്തേക്ക് സ്റ്റേ ചെയ്തു കോടതി. ട്രംപിന്റെ ഉത്തരവ് നിയമവിരുദ്ധമാണെന്ന് കാണിച്ച് വിവിധ വ്യക്തികളും സംഘടനകളും കോടതികളെ സമീപിക്കുകയായിരുന്നു. അതേസമയം വ്യാഴാഴ്ച പുറത്തുവന്ന സ്റ്റേ ഉത്തരവിനെതിരെ അപ്പീൽ നൽകുമെന്നായിരുന്നു ട്രംപിന്റെ പ്രതികരണം. റെയിൽ കാർഡുകൾ കോൺടാക്ട്ലെസ് പേയ്മെന്റ് ആക്കാൻ പദ്ധതിയിടുന്നു. ട്യൂബിൽ കോൺടാക്ട്ലെസ് പേയ്മെന്റുകൾ ഉപയോഗിക്കുമ്പോൾ യാത്രക്കാർക്ക് സ്വയമേവ റെയിൽ കാർഡ് ഡിസ്കൗണ്ടുകൾ ലഭിക്കുന്നതിന് ഈ സംരംഭം ലക്ഷ്യമിടുന്നു. ഭൂരിഭാഗം ഹോം കൗണ്ടികളിലും കോൺടാക്ട്ലെസ് ടിക്കറ്റിംഗ് വ്യാപിപ്പിക്കുന്നതിനുള്ള വിപുലമായ പദ്ധതികളുടെ ഭാഗമായി ഗതാഗത അതോറിറ്റി സാധ്യതകൾ നോക്കുകയാണെന്ന് സർ സാദിഖ് ഖാൻ വെളിപ്പെടുത്തി. നിലവിൽ ഓയിസ്റ്റർ കാർഡുകളുള്ള ട്യൂബിൽ മാത്രമേ റെയിൽ കാർഡ് ഡിസ്കൗണ്ടുകൾ ഉപയോഗിക്കാൻ കഴിയൂ. ബേസിൽട്ടൺ, ബെർക്കാംസ്റ്റഡ്, ലെയ്ഡൻ ബസാർഡ്, ഈറ്റൺ റിവർസൈഡ് എന്നിവ ഉൾപ്പെടെ ഫെബ്രുവരി 2-ന് ഹോം കൗണ്ടിലുടനീളമുള്ള ഏകദേശം 50 ട്രെയിൻ സ്റ്റേഷനുകളിലേക്ക് കോൺടാക്ട്ലെസ് ടിക്കറ്റിംഗ് വിപുലീകരിക്കുമെന്ന് ഗതാഗത വകുപ്പ് ഈ ആഴ്ച ആദ്യം പ്രഖ്യാപിച്ചിരുന്നു. എമർജൻസി റെസ്പോൺസ് സ്ട്രാറ്റജിക്കെതിരെ NHS വിമർശനം നേരിടുന്നു. A&E പ്രതിസന്ധിയെ നേരിടാൻ ഹെൽത്ത് സർവീസ് ജേർണൽ തയ്യാറാക്കിയ കരട് പദ്ധതി പ്രകാരം 999 എന്ന നമ്പറിൽ വിളിക്കുന്ന രോഗികൾക്ക് പാരാമെഡിക്കുകളെ അയക്കുന്നതിന് പകരം ഫോൺ ഉപദേശം ലഭിക്കും. ഇത് നിർണായകമായ കേസുകൾക്കായി ആംബുലൻസ് സർവീസ് ലഭിക്കുമെന്ന് ഉറപ്പാക്കാനാണ് ഇത്തരം നിയന്ത്രണം ലക്ഷ്യമിടുന്നത്. എന്നാൽ ഇത് രോഗികളുടെ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കകൾ ഉയർത്തുന്നു. നിലവിലെ പ്രവണതകൾ തുടരുകയും കൂടുതൽ രോഗികളെ ചികിത്സിക്കാതിരിക്കുകയും ചെയ്താൽ ഓരോ വർഷവും ജനസംഖ്യയുടെ പകുതിയും A&Eയിൽ അവസാനിക്കുമെന്ന് ബ്രിട്ടനിലെ ഉന്നത ഡോക്ടർ മുന്നറിയിപ്പ് നൽകി. ഈ ശൈത്യകാലത്ത് ഇതുവരെയുള്ള ഏറ്റവും ഉയർന്ന കണക്ക് അർത്ഥമാക്കുന്നത് NHS ആശുപത്രികളിലെ 7 കിടക്കകളിലൊന്ന് ആവശ്യമില്ലാത്ത രോഗികൾ ഉപയോഗിക്കുന്നുവെന്നാണ്. UK-യിലും അയർലൻഡിലും ഭീതി വിതച്ച് ആഞ്ഞടിച്ച എയോവിൻ കൊടുങ്കാറ്റിൽ കനത്ത നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അയർലൻഡിൽ കാറിന് മുകളിലേക്ക് മരം വീണ് ഒരാൾ മരിച്ചതൊഴിച്ചാൽ മറ്റ് ആളപായങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതേസമയം ആയിരക്കണക്കിന് വീടുകളിൽ വൈദ്യുതി മുടങ്ങുകയും കാര്യമായ ഗതാഗത തടസ്സങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. ചിലയിടങ്ങളിൽ മൊബൈൽ നെറ്റ്വർക്കുകളെയും എയോവിൻ ബാധിച്ചിട്ടുണ്ട്. ഗ്ലാസ്ഗോയിലെ സെലസ്റ്റിക് പാർക്ക് സ്റ്റേഡിയത്തിനും കാറ്റിൽ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. നോർത്തേൺ അയർലൻഡിലെ പോർട്ടഡൗണിൽ മലയാളി കുടുംബം താമസിച്ചിരുന്ന കെട്ടിടത്തിന്റെ ചിമ്മിനി തകർന്നു വീണെങ്കിലും കാര്യമായ നാശനഷ്ടങ്ങളില്ല. നോർത്തേൺ അയർലൻഡിൽ മാത്രം 1800-ലധികം മരങ്ങളും മറ്റു വസ്തുക്കളും വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. സ്കോട്ട്ലൻഡിലെ ഫോർത്ത് വാലി ആശുപത്രിയിൽ വൈദ്യുതി മുടങ്ങിയതിന് പിന്നാലെ ജനറേറ്റർ പ്രവർത്തനക്ഷമമാക്കാൻ വൈകിയത് ആശങ്ക സൃഷ്ടിച്ചു. അയർലൻഡിലെ ഡൊണേഗൽ കൗണ്ടിയിലെ റഫേയിലാണ് മരം വാഹനത്തിന് മുകളിലേക്ക് വീണ് ആളപായമുണ്ടായത്. UK-യിൽ നിരവധി വിമാന സർവീസുകൾ റദ്ദാക്കിയത് യാത്രക്കാരെ കാര്യമായി ബാധിച്ചു. മുൻകൂട്ടി തീരുമാനിച്ച നിരവധി യാത്രകൾ ആളുകൾക്ക് റദ്ദാക്കേണ്ടി വന്നു. സ്കോട്ട്ലൻഡിൽ എല്ലാ ട്രെയിൻ സർവീസുകളും റെഡ് അലർട്ടിനെ തുടർന്ന് സേവനം വേണ്ടെന്ന് വെച്ചിരുന്നു. നോർത്തേൺ അയർലൻഡിൽ സ്കൂളുകൾ അടച്ചിട്ടതും വൻകിട ഹൈപ്പർ മാർക്കറ്റുകൾ തുറക്കാതിരുന്നതും അപകടങ്ങൾ ഒഴിവാക്കുന്നതിന് സഹായിച്ചു. അതേസമയം നോർത്തേൺ അയർലൻഡിൽ മിക്ക സ്കൂളുകളും തിങ്കളാഴ്ചയും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്.
കനത്ത കാറ്റിൽ സ്കൂൾ കെട്ടിടങ്ങൾക്കുണ്ടായ നാശനഷ്ടങ്ങൾ അറ്റകുറ്റപ്പണി നടത്തുന്നതിനും ശുചീകരിക്കുന്നതിനുമാണ് അവധി പ്രഖ്യാപിച്ചതായി അറിയിച്ചിട്ടുള്ളത്. അയർലൻഡിൽ 183 കിലോമീറ്റർ വരെ വേഗത്തിലും സ്കോട്ട്ലൻഡിൽ 160 കിലോമീറ്റർ വേഗത്തിലും കാറ്റു വീശിയതായിട്ടാണ് റിപ്പോർട്ട്. ഇരു രാജ്യങ്ങളിലും വടക്കൻ ഇംഗ്ലണ്ടിലും വരുന്ന ഏതാനും ദിവസങ്ങൾ കൂടി യെല്ലോ കാറ്റ് മഴ മുന്നറിയിപ്പ് തുടരുന്നുണ്ട്. തീവ്രമായ കാറ്റ് അവസാനിച്ചെങ്കിലും സ്കോട്ട്ലൻഡ്, നോർത്തേൺ അയർലൻഡ് തീരങ്ങളിലും കുന്നുകളിലും 128 കിലോമീറ്റർ വരെ വേഗത്തിൽ ഈ ദിവസങ്ങളിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്നുള്ള വിവരം. UK-യിൽ ജോലി ചെയ്യുന്നതിനായി വിദേശികൾ സ്റ്റുഡൻസ് വിസയെ പിൻവാതിലായി ഉപയോഗിക്കുന്നത് വർദ്ധിക്കുന്നതായി റിപ്പോർട്ടുകൾ. ONS അഥവാ ഓഫീസ് ഫോർ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഡേറ്റ പ്രകാരം UK-യിൽ ജോലി ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്റ്റുഡൻസ് വിസകളുടെ എണ്ണം UK-യിൽ 5 മടങ്ങ് വർദ്ധിച്ചു. ജോലി തിരഞ്ഞെടുക്കുന്നവരിൽ പകുതിയോളം പേരും സോഷ്യൽ കെയറിൽ ജോലി ചെയ്യുന്നു. ഇവിടെ ഏകദേശം 1,50,000 ഒഴിവുകളുണ്ട്. ഇത് മൊത്തത്തിലുള്ള ഫോഴ്സിന്റെ 10%. ഇത്തരത്തിൽ എളുപ്പത്തിൽ ജോലി നേടാമെന്നുള്ളത് കാരണമാണ് 2023 മുൻപുള്ള റെക്കോർഡുകളെല്ലാം തകർത്ത് 9,06,000 ആളുകൾ UK-യിലേക്ക് കുടിയേറിയത്. ഈ കണക്കുകൾ പുറത്തു വന്നതിന് പിന്നാലെ ഉണ്ടായ പ്രത്യാഘാതങ്ങൾ ഋഷി സുനക് ഗവൺമെന്റ് എടുത്ത കടുത്ത ആന്റി ഇമിഗ്രേഷൻ നിയമങ്ങൾ കാരണം 2024 നെറ്റ് മൈഗ്രേഷൻ ഗണ്യമായി കുറഞ്ഞ് 7,28,000 മാറുകയും ചെയ്തു. UK-യുടെ സ്റ്റുഡൻസ് വിസയെ ഒരു പാരലൽ ഇമിഗ്രേഷൻ സിസ്റ്റമായി ഉപയോഗിക്കാൻ അനുവദിക്കരുതെന്നും ഷാഡോ ഹോം സെക്രട്ടറിയായ ക്രിസ് ഫിലിപ്പ് പറഞ്ഞു. യൂണിവേഴ്സിറ്റികളുടെയും കോഴ്സുകളുടെയും ഗുണനിലവാരം പരിശോധിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. UK അനുവദിക്കുന്ന സ്റ്റുഡൻസ് വിസയുടെ എണ്ണത്തിൽ കുറവ് വരുത്തണമെന്നാണ് അവരുടെ ആവശ്യം. ഒരു നല്ല വീക്കെൻഡ് ആശംസിച്ചുകൊണ്ട് ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. എല്ലാ ദിവസവും വാർത്തകൾക്കായി ഫോളോ ചെയ്യുക. വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. Q മലയാളം UK ന്യൂസ് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഫോളോ ചെയ്യുക.